പ്രിയപ്പെട്ടവർ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കയ്പമംഗലം നിയോജകമണ്ഡലത്തിലെ ഏറ്റവും അറ്റത്തുള്ള ചാമക്കാല സെന്ററിലാണ്. നമ്മളിവിടെ നമ്മളുടെ ഇവിടുത്തെ ഒരു കടയിൽ കടയിൽ ചായ കുടിക്കാൻ വന്നതാണ്. അപ്പോഴാണ് ചന്ദ്രാപിനി സർവീസ് സഹകരണ ബാങ്കിലെ ഒരു സ്റ്റാഫ് പെൻഷൻ കൊടുക്കുന്നതിനായിട്ട് ഇവിടേക്ക് വന്നത്. അപ്പോൾ ഞാൻ ആ സ്റ്റാഫിനോട് ചോദിച്ചു, എന്ത് പെൻഷൻ കൊടുക്കാൻ ഇത്രയും വൈകിയത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത്, ഞങ്ങൾക്ക് അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിലുള്ള മുഴുവൻ UDF പ്രവർത്തകരോടും പ്രിയപ്പെട്ട നേതാക്കന്മാർ അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്കാണ് പറയുന്നത്. ഇലക്ഷന് മുമ്പ് ഐക്യജനാധിപത്യ മുന്നണിയുടെ വാഗ്ദാനം കൃത്യമായി പെൻഷൻ കൊടുക്കും, അത് 3000-ആയി നമ്മൾ ടേം പ്രകാരം ഉയർത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇടതുപക്ഷം പറഞ്ഞിരുന്നത് ഐക്യജനാധിപത്യ മുന്നണി UDF അധികാരത്തിൽ വന്നാൽ പെൻഷൻ കിട്ടില്ല, പിണറായി വിജയൻ ഇരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമേ പെൻഷൻ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ UDF ഗവൺമെന്റ് വന്നു. ജൂൺ 15-ാം തീയതി മുതൽ KSRTCയിൽ സൗജന്യ യാത്ര നമ്മൾ കൃത്യമായിട്ട് നടത്തുവാൻ പോകുന്നു. ഉമ്മൻചാണ്ടി സാറിന്റെ പേരുള്ള 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് UDF ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ കേരളത്തിലെ പൊതുജനങ്ങളെ മുഴുവൻ, പ്രത്യേകിച്ചും പെൻഷൻ മേടിക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും 27-ഉം 28-ഉം പെരുന്നാൾ മുടക്ക്, 27-ാം തീയതി 28-ാം തീയതി പെരുന്നാൾ മുടക്കുണ്ടായിരുന്ന ദിവസമാണ്. 26-ാം തീയതി രാവിലെ എല്ലാ സർവീസ് സഹകരണ ബാങ്കുകളിലേക്കും കൃത്യമായി മെസ്സേജ് രാവിലെ തന്നെ എത്തുന്നു. പെൻഷൻ കൊടുക്കാനുള്ള ലിസ്റ്റ് വരും. പെൻഷൻ കൊടുക്കാനുള്ള ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഏകദേശം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ട്രഷറിയിൽ പൈസ എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ പൈസ എത്തുകയാണ്. സാധാരണ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് തങ്ങളുടെ ഓൺ ഫണ്ട് എടുത്തുകൊണ്ട് പെൻഷൻ കൊടുക്കാവുന്നതാണ്. കാരണം നമ്മൾക്ക് ഉള്ള ട്രഷറി അക്കൗണ്ടിൽ ഓൾറെഡി ഗവൺമെന്റ് പൈസ ഇട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ബാങ്കിൽ നിന്നും അക്കൗണ്ടിൽ നിന്നും പൈസ എടുത്തുകൊണ്ട് 2 ദിവസം മുടക്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൈസ കൊടുക്കാവുന്നത്. അങ്ങനെയാണ് സാധാരണ എല്ലാ ബാങ്കുകളും ചെയ്യാറുള്ളത്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ആളുകൾ കൃത്യമായി ഇത് നടപ്പിലാക്കും. പെൻഷൻ എത്തുന്നതിന് മുൻപേ ചിലപ്പോൾ പൈസ കൊടുക്കുന്ന സംവിധാനം ഉണ്ടാകും. എന്നിട്ട് ഗവൺമെന്റ് പെൻഷൻ കൃത്യമായി കൊടുത്തു എന്നൊക്കെ പറയും. എന്നാൽ കേരളത്തിൽ സർവീസ് സഹകരണ ബാങ്കുകൾ കൂടുതൽ ഭരിക്കുന്നത് LDF ആണ്. അപ്പോൾ LDF ഭരിക്കുന്ന ബാങ്കുകളിലേക്ക് UDFന്റെ ഗവൺമെന്റ് ട്രഷറിയിൽ പൈസ ഇട്ടിട്ട് പോലും പെരുന്നാൾ ദിനത്തിലോ അല്ലെങ്കിൽ പെരുന്നാൾ ദിനത്തിന്റെ പിറ്റേ ദിവസത്തിലോ അത് കഴിഞ്ഞിട്ടും മനഃപൂർവ്വം പൈസ എത്തിക്കാതിരിക്കാനുള്ള വളരെ തന്ത്രപരമായ ദുരുദ്ദേശം ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ്. ഇപ്പോഴും പെൻഷൻ കൊടുക്കാത്ത ഇടതുപക്ഷം ഭരിക്കുന്ന സർവീസ് സഹകരണ ബാങ്കുകളുണ്ട്. അതിൽ വലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് പോലുള്ള ബാങ്കുകൾ ഇപ്പോൾ പെൻഷൻ കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന പരാതി ഉയർന്നു കേൾക്കുന്നുണ്ട്. ഞാനിതിപ്പോൾ നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഞാനത് സംസാരിക്കുന്നത്. അപ്പോൾ UDF ഗവൺമെന്റ് കൃത്യമായിട്ട് പെൻഷൻ ട്രഷറിയിൽ എത്തിക്കുകയും അത് കൊടുക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടും സർവീസ് സഹകരണ ബാങ്ക് ഭരിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന ബാങ്കുകൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാതെ ഗവൺമെന്റിനെ മോശകരമാക്കാൻ വേണ്ടിയിട്ടുള്ള സമീപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്, പെരുന്നാളിന് മുമ്പ് പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പൈസ കൊടുക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന വ്യാപകമായ പ്രചരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ട UDFന്റെ സഹപ്രവർത്തകരോട്, നേതാക്കന്മാരോട്, സുഹൃത്തുക്കളോട്, നമ്മളാണ് ഭരിക്കുന്നത്. നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ശ്രദ്ധ ഇടതുപക്ഷം ഭരിക്കുന്ന സർവീസ് സഹകരണ ബാങ്കുകളിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ബാങ്കുകളിൽ ചെല്ലണം. ബാങ്കിന്റെ പ്രസിഡന്റിനോട്, സെക്രട്ടറിയോട് നമ്മൾ അന്വേഷിക്കണം. പൈസ എന്നാണ് വന്നതെന്ന് ചോദിക്കണം. എന്തുകൊണ്ടാണ് പെൻഷൻ കൃത്യമായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്ന സർവീസ് സഹകരണ ബാങ്കുകളിലെ സ്റ്റാഫുകൾ എത്തിക്കാതിരുന്നത് എന്ന് പറയുന്ന ചോദ്യം നമ്മൾ ഉയർത്തണം. കാരണം നമ്മളാണ് ഭരിക്കുന്നത്. നമ്മൾ ഭരിക്കുന്ന സമയത്ത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം നടത്തുന്ന ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടം തേനും പാലും ഒഴുകിയിരുന്നു എന്ന് വരുത്തി തീർക്കാൻ UDF ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ട ശ്രമങ്ങളാണ്. പ്രിയപ്പെട്ട ലിജു ചേട്ടനാണ്, ലിജു ആണ് സർവീസ്, നമ്മൾ ഈ പറയുന്ന സഹകരണ സംഘങ്ങളുടെ സഹകരണ വകുപ്പിന്റെ മന്ത്രി. അദ്ദേഹത്തെ കൂടി ഞങ്ങൾ ഈ കാര്യം കൃത്യമായി ശ്രദ്ധയിൽപ്പെടുത്തും. തീർച്ചയായിട്ടും UDF ഭരിക്കുന്ന സംഘങ്ങൾ കൃത്യമായിട്ട് പെൻഷൻ എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ ഞാനൊരു സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാണ്.
26-ാം തീയതി രാവിലെ ലിസ്റ്റ് എത്തുന്നു. 26-ാം തീയതി വൈകുന്നേരം തന്നെ പെൻഷൻ കൊടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആരംഭിക്കുന്നു. പെരുന്നാൾ ദിനത്തിന് മുമ്പായിട്ട് തന്നെ പെൻഷൻ എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നു വരികയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷം ഭരിക്കുന്ന ബാങ്കുകൾ, സർവീസ് സഹകരണ ബാങ്കുകൾ പെൻഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കാൻ ആ പ്രദേശത്തുള്ള UDFന്റെ പ്രവർത്തകർ തയ്യാറാകണം. പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് 26-ാം തീയതി തന്നെ, എന്ന് വെച്ചാൽ പെരുന്നാളിന് മുമ്പ് തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പെൻഷൻ ട്രഷറിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം സർവീസ് സഹകരണ ബാങ്കുകൾക്കാണ്, സ്റ്റാഫുകൾക്കാണ്, പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനം ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ കൃത്യമായിട്ടുണ്ടാകും. ഗവൺമെന്റിനോടും മന്ത്രിയോടും ഈ കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് ധരിപ്പിക്കും. ഇത് മോണിറ്ററിംഗ് ഉണ്ടാകും, ഓഡിറ്റിംഗ് ഉണ്ടാകും, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളോട്, പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട്, സുഹൃത്തുക്കളോട് കൃത്യമായിട്ടുള്ള ശ്രദ്ധ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ വെച്ചു പുലർത്താൻ കഴിയണം. ഇടതുപക്ഷം ഭരിക്കുന്ന സർവീസ് സഹകരണ ബാങ്കുകളിൽ പെൻഷൻ എത്തിയാലും കൊടുക്കാതിരിക്കാനും പിടിച്ചുവെക്കുവാനുള്ള ശ്രമങ്ങളുണ്ട്. അതിനെതിരെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം.